നമസ്കാരം. ഒരു പഴയ കഥയാണ്. ഗൃഹനായിക മേൽനോട്ടത്തിന് ഊണുമുറിയിലേക്ക് കയറി ചെന്നു. അല്പം ഗർവും അധികാരഭാവവുമുണ്ട് അവർക്ക്. ഊണ് വിളമ്പി വെച്ചിരിക്കുകയാണ്. മിക്കവാറും പേരുടെയും ഊണ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇത് മരുമകൾക്ക് വേണ്ടി ആയിരിക്കണമെന്ന് അമ്മായിയമ്മ ഊഹിച്ചു. അടുക്കളയിലേക്ക് നോക്കി അവർ ഉറക്കെ അട്ടഹസിച്ചു. പാത്രം കാണാൻ വയ്യാത്ത മാതിരിയല്ലേ ചോറ് കൂട്ടി വെച്ചിരിക്കുന്നത്. പെണ്ണുങ്ങൾ ഇങ്ങനെ തിന്നാൻ തുടങ്ങിയാൽ തറവാട് മുടിയും. ചുമ്മാതല്ല ദിവസം തോറും വീർത്തു വീർത്തു വരുന്നത്. ഇത്രയുമായപ്പോഴേക്കും ജോലിക്കാരി അടുക്കളയിൽ നിന്ന് തല നീട്ടി രഹസ്യമായി പറഞ്ഞു, കൊച്ചമ്മേ, അത് ശാന്തക്കുഞ്ഞിനുള്ളതാ. ശാന്തക്കുഞ്ഞ് കൊച്ചമ്മയുടെ മകളാണ്. കൊച്ചമ്മ ഇളിഫിയൊന്നുമായില്ല. സ്വരം അല്പം താഴ്ത്തി പറഞ്ഞു, പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, കൂന പോലെ തോന്നിയാലും മോരൊഴിച്ച് കുഴയ്ക്കുമ്പോൾ തീരെ കാണുകയില്ല. അക്കാര്യം ഞാൻ ആദ്യം ഓർത്തില്ല. ചോറ് വിളമ്പി വച്ചിരിക്കുന്നത് മരുമകൾക്കെല്ലാം മകൾക്കാണെന്ന് മനസ്സിലായപ്പോൾ കൊച്ചമ്മ നിഷ്പ്രയാസം ചൂവടങ്ങ് മാറ്റി. അതാണ് നമ്മൾ കണ്ടത്. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരിയുമായിരുന്ന ജെ ലളിതാംബിക പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആകാശവാണിയിൽ നടത്തിയ ഒരു പ്രഭാഷണത്തിലാണ് ഈ കഥ പറഞ്ഞത്. അമ്മായിയമ്മ മരുമകൾ ബന്ധത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ എവിടെയും എപ്പോഴും മോരൊഴിച്ച് കുഴയ്ക്കുന്നത് കാണാം. ഈ അമ്മായിയമ്മയുടെ ഒരു പരുക്കൻ സ്വഭാവവും ധാർഷ്ട്യവുമാണ് നമ്മുടെ നാട്ടിലെ എഴുത്തമ്മമാരായി ഭാവിക്കുന്ന ഇടതുപക്ഷത്തെ സഖാത്തുകൾക്കുള്ളത്. ലളിതാംബിക അന്തർജനത്തെക്കാളും മാധവിക്കുട്ടിയേക്കാളും ബാലാമണിയമ്മയെക്കാളും വലിയ എഴുത്തുകാരാണ് അവർ. മേൽവിവരിച്ച കഥ ഇവിടെ ഓർക്കാനൊരു കാരണമുണ്ട്. പമ്പ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തിയ ഒരു പ്രസംഗത്തിലെ പരാമർശമാണ് ഇവരെയൊക്കെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ പാരമ്പര്യമായ രുചിക്കൂട്ടുകൾ മക്കൾക്കും മകൻ്റെ ഭാര്യയ്ക്കും പഠിപ്പിച്ചു കൊടുക്കണമെന്ന് മുഖ്യമന്ത്രി ഒന്ന് പ്രസംഗിച്ചു പോയി. ഇത് ഇടതുപക്ഷത്തെ ബുദ്ധിജീവികൾക്കും മന്ത്രി ശിവൻകുട്ടിക്കും എഴുത്തുകാരിയായ ശാരദക്കുട്ടിക്കുമൊക്കെ ഭയങ്കരമായ അപമാനമായി പോയി. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ സ്ത്രീവിരുദ്ധതയുണ്ടെന്ന ആരോപണവുമായി അവരിതാ രംഗത്ത് വന്നിരിക്കുന്നു. മുഖ്യമന്ത്രി പറഞ്ഞത് അമ്മമാർ അവരുണ്ടാക്കുന്ന ഡിഷിൻ്റെ രഹസ്യം മക്കൾക്കും മകൻ്റെ ഭാര്യയ്ക്കും പറഞ്ഞു കൊടുക്കണമെന്നാണ്. എന്തായാലും മുഖ്യമന്ത്രി നടത്തിയ ആ സ്ത്രീവിരുദ്ധ പരാമർശം നമുക്കൊന്ന് കേൾക്കാം. ഞാൻ ചില അമ്മമാരോട് പരാതി പറയും. ചില അമ്മമാർക്ക് അവർ പ്രത്യേകമായ ഡിഷ് ഉണ്ടാകും, പ്രത്യേകമായ ഭക്ഷണം അവർക്ക് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അവരുടെ മക്കൾക്ക് അവരത് പകർന്നു കൊടുക്കുന്നില്ല. ആ മക്കളെ കൊണ്ട് കൂടിയോ അല്ലെങ്കിൽ മകന്റെ ഭാര്യയായിട്ട് വരുന്ന ഒരാൾക്കെങ്കിലും ആ ഒരു ഭക്ഷണത്തിന്റെ പ്രത്യേകത പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ഇങ്ങനെയൊക്കെ മ്ലേച്ഛമായ തരത്തിലൊരു സ്ത്രീവിരുദ്ധ പരാമർശമൊക്കെ ഒരു മുഖ്യമന്ത്രി നടത്താമോ? സകല CPM നേതാക്കളും അവരുടെ ശൈശവ സംഘടനകളുമെല്ലാം ഇപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ പിന്നാലെയാണ്. MP രാജേഷും P. രാജീവും സതീശൻ്റെ ശരീരഭാഷ നോക്കി നടക്കുകയാണ്, ബോഡി ലാംഗ്വേജ്. അവരുടെ DYFയുടെ ദേശീയ നേതാവായ ഡബിൾ എ റഹീം സതീശന് ബെക്കാളിയുടെ ഗന്ധമുണ്ടോ എന്ന് മണത്ത് നടക്കുകയാണ്. കുട്ടിസഖാവായ ശിവപ്രസാദ് സതീശൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലീസുകാർക്ക് ഏത് മത്സ്യത്തിൻ്റെ ഗന്ധമാണെന്ന് ഗന്ധിക്കുകയാണ്. വനിതാ എഴുത്തുകാരികളും ഫെമിനിസ്റ്റുകളും വായും പിളർന്ന് സതീശൻ്റെ വായിൽ നോക്കിയിരിക്കുകയാണ്. ശാരദക്കുട്ടിയുടെ പ്രതികരണം കണ്ടപ്പോൾ തോന്നിയത് ഈ നാട്ടിലെ എഴുത്തുകാരികൾ അനുഭവിക്കുന്ന വിഷയ ദാരിദ്ര്യത്തെ പറ്റിയാണ്. ശാരദക്കുട്ടിക്ക് പ്രസംഗം സ്ത്രീവിരുദ്ധമായി തോന്നാൻ ഒരു പ്രധാന കാരണമുണ്ട്. പിണറായി സർക്കാർ 3ാം തവണയും എഴുന്നള്ളി വരുമെന്നും തനിക്ക് സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് സ്ഥാനം കിട്ടുമെന്നും ഈ പാവം നിരീച്ചു പോയി. ആ മോഹം തകർത്തത് വി.ഡി. സതീശനാണല്ലോ. വനവാസത്തിന് പോകേണ്ടവൻ മുഖ്യമന്ത്രിയാകുമെന്ന് ആരെങ്കിലും കരുതിയോ? ഭരണം പോയതോടെ ശാരദക്കുട്ടിക്കും മറ്റ് നാരദക്കുട്ടിമാർക്കും പഴയതുപോലെ മോരും പുളിശ്ശേരിയും കൂട്ടി സതിര് നടത്താനൊന്നും പറ്റുന്നില്ല. ജെ ലളിതാംബിക പറഞ്ഞ നമ്മൾ ആദ്യം കേട്ട കഥയിലെ അമ്മായിയമ്മയെ പോലെയാണ് ശാരദക്കുട്ടി പെരുമാറുന്നത്. എന്തെല്ലാം സ്ത്രീവിരുദ്ധതയാണ് CPMലെ ഇവരാരാധിക്കുന്ന നേതാക്കന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ആശാസമരക്കാരെ പാട്ടകിലിക്കുകളെന്ന് പറഞ്ഞാണ് എളമരം ചൊറിതനം ആക്ഷേപിച്ചത്. അശ്ലീല രാഘവൻ രമ്യ ഹരിദാസിനെ പറ്റി പറഞ്ഞ നെറികെട്ട വാക്ക് ഈ സ്ത്രീ കേട്ടിട്ടില്ല. KK രമയെപ്പറ്റി കുഞ്ചിത്തണ്ണിക്കാരൻ തെറിമണിയൻ പറഞ്ഞ ആക്ഷേപ വാക്കുകളും ഇവർ കേട്ടിട്ടില്ല. പിണറായി വിജയൻ്റെ സ്വന്തക്കാരനായ PT കുഞ്ഞയഞ്ഞത് ഒരു സ്ത്രീയെ മാനഭംഗപ്പെടുത്തിയ കേസ് 2 ആഴ്ച കക്ഷത്തിൽ വെച്ചുകൊണ്ട് നടന്ന മഹാനായിരുന്നു പിണറായി വിജയൻ. എനിക്കിരയെന്ന പേര് വേണ്ട, എൻ്റെ മുഖം കാണിച്ചോളൂ എന്ന് പറഞ്ഞ് ആ സ്ത്രീ അന്തസ്സോടെ തലയുയർത്തി നിന്നപ്പോൾ കേസെടുക്കേണ്ടി വന്നു. കഴിഞ്ഞ 10 വർഷം ഇവിടെ അഴിഞ്ഞാടിയ മയക്കുമരുന്ന് ലോബിയെ തളച്ചതൊന്നും ശാരദക്കുട്ടിക്ക് വിഷയമേ അല്ല. ഭരണത്തിൽ കയറിയ ആദ്യ ക്യാബിനറ്റ് തന്നെ ആശാസമരക്കാർക്ക് 3000 രൂപയുടെ വർധനവ് കൊടുത്തിട്ടും ഇവർക്ക് ഒരു സന്തോഷവുമില്ല. ഇത്തരം അധിക്ഷേപങ്ങൾക്ക് നല്ല രീതിയിൽ തെറി കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കണം
ശാരദക്കുട്ടി കമൻറ്റ് ബോക്സ് പൂട്ടിക്കെട്ടി വെച്ചിരിക്കുകയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടുകൊള്ളണം എന്നാണ് മട്ട്. അല്ലെങ്കിൽ തന്നെ പാരമ്പര്യമെന്നും രുചിക്കൂട്ടെന്നും പകർന്നു കൊടുക്കലെന്നുമൊക്കെ കേൾക്കുമ്പോൾ ഈ ശാരദക്കുട്ടി എന്തിനാണ് ഇങ്ങനെ തുള്ളി ഉറയുന്നത്? പിണറായി വിജയൻ്റെ മകൾ മാസപ്പടി വാങ്ങിയാലും തേച്ചുകുളിയും പിടിച്ചുപറിയുമായി പിണറായി വിജയൻ ഭരണം നടത്തിയാലും ഇവിടുത്തെ ക്രമസമാധാനാന്തരീക്ഷം തകർന്നാലും PSCയിൽ ക്രമക്കേട് നടന്നാലും അനധികൃതമായ ആളുകളെ ഉദ്യോഗത്തിൽ തള്ളിക്കയറ്റിയാലും യൂത്ത് കോൺഗ്രസ്സുകാരുടെ തല തല്ലിപ്പറിച്ചാലും ഒന്നും ശാരദക്കുട്ടിക്ക് യാതൊരു ദണ്ണവുമില്ല. ഈ സ്ത്രീയൊക്കെ സമൂഹത്തിൽ എത്രമാത്രം അപഹസിക്കപ്പെടുകയാണ് ഇത്തരം പോസ്റ്റിലൂടെ എന്ന് ചിന്തിക്കണം. ഇതുപോലെ കുറേ ബുദ്ധിജീവികളായ ഫെമിനിസ്റ്റുകളെ കൊണ്ടാണ് ഈ സമൂഹം മുന്നോട്ട് പോകുന്നത് എന്ന് ധരിച്ചു വച്ചിരിക്കുന്ന നാരദ വേഷക്കാരാണിവർ. അവർ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിലെ ആളുകൾക്ക് എന്ത് നീച പ്രവൃത്തിയും ചെയ്യാം, അതൊന്നും ആക്ഷേപകരമല്ല. യാതൊരു സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ ഇന്നുവരെ VD സതീശൻ്റെ നാവിൽ നിന്നും വന്നതായി നമ്മളാരും കേട്ടിട്ടില്ല. ഒന്നും പറ്റിയില്ലെങ്കിൽ കാളൻ നെല്ലായി എന്ന് പറയുന്നത് പോലെയാണ് ശാരദക്കുട്ടിയുടെയും മറ്റ് ഫെമിനിസ്റ്റുകളുടെയും അവസ്ഥ. അമ്മമാരെ പെൺമക്കൾക്ക് പാരമ്പര്യം പകർന്നു കൊടുക്കാൻ മടിക്കുന്ന കാലത്താണത്രേ ഈ ഉപദേശമെന്നാണ് ശാരദക്കുട്ടിയുടെ ആക്ഷേപം. വന്നു വർത്തമാനകാലത്തെ അമ്മമാർ മക്കളോട് ഞങ്ങൾ ചെയ്തതുപോലെ പ്രസവിക്കാനൊന്നും നിങ്ങൾ മെനക്കെടരുത് എന്ന് പറയുമോ ആവോ? അതും പാരമ്പര്യവും പിന്തുടർച്ചയുമാണല്ലോ. പണ്ട് VD രാജപ്പൻ്റെ ചികയുന്ന സുന്ദരി എന്ന കഥാപ്രസംഗത്തിലെ കോഴികൾ ഇനി മുട്ടയിടാനായി മനസ്സില്ല എന്ന് പാടി പ്രതിഷേധിക്കുന്നുണ്ട്. എന്നാൽ കവി കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ കോഴി എന്ന കവിതയിലെ തള്ളക്കോഴി മക്കളോട് പറയുന്നത് പെണ്ണു തോൽക്കുന്നു തോൽക്കയോ അല്ല കണ്ണി പൊട്ടാതെ കാക്കുന്ന ശക്തി എന്നാണ്. ഏതെങ്കിലും ഒരു പൂവൻ്റെ മുന്നിൽ പതുങ്ങിക്കൊടുക്കുന്നത് തോറ്റുപോകുന്നത് കൊണ്ടല്ല, കണ്ണി പൊട്ടാതിരിക്കാനാണെന്നാണ് തള്ളക്കോഴി പറയുന്നത്. ശാരദക്കുട്ടിയെ പോലെയുള്ള എഴുത്തമ്മച്ചിമാർ പുതിയ തലമുറയോട് പറഞ്ഞു കൊടുക്കുന്നത് ഞങ്ങളുടെ പാരമ്പര്യം നിങ്ങൾ പിന്തുടരാൻ പാടില്ല എന്ന മട്ടിലാണ്. സ്വന്തം ജീവിതമെല്ലാം ഭദ്രമാക്കിയ ശേഷം പുതിയ തലമുറയെ അരാജകത്വത്തിലേക്ക് തള്ളിവിടാൻ കൊതിക്കുകയും നാട് കുട്ടിച്ചോറാക്കുകയും ചെയ്യുന്ന ഇത്തരം കുറേ മിനുക്ക് വേഷങ്ങളുണ്ട് നാട്ടിൽ. സ്വന്തം നേതാക്കളും അവരുടെ മക്കളും എന്തെങ്കിലും സ്ത്രീവിരുദ്ധതയോ തെമ്മാടിത്തരമോ കാണിക്കുമ്പോഴെല്ലാം നമ്മൾ ആദ്യം പറഞ്ഞ കഥയിലെ അമ്മായിയമ്മയെ പോലെ ഇവർ രംഗത്തിറങ്ങുകയായി. ഈ കാപട്യം എന്നത് ഇപ്പോൾ കമ്മിണികളുടെയും കുലത്തൊഴിലായി മാറിയിരിക്കുകയാണ്. ഭരണം പോയതോടെ ഇവരൊക്കെ അതിരാവിലെ എഴുന്നേൽക്കാൻ വൈകും. എന്ത് ചെയ്യണമെന്നറിയാതെ കട്ടിലിൽ തന്നെ കുറേ നേരം ഇരിക്കും. ഇതുപോലെയുള്ള ചില പുരോഗമന അടിമക്കൂട്ടങ്ങളെ ചുമന്നുകൊണ്ടാണ് ഈ പ്രസ്ഥാനം ഇനിയും മുന്നോട്ട് പോകുന്നതെങ്കിൽ ബലേ ഭേഷെന്നേ പറയാനുള്ളൂ. സ്ത്രീവിരുദ്ധതയോ സദാചാര വിരുദ്ധതയോ നാളെ VD സതീശൻ പറഞ്ഞാലും അതിനെതിരെ നമ്മൾ രംഗത്ത് വരും. പക്ഷെ ഒരു വാക്കുകൊണ്ട് പോലും അങ്ങനെയൊന്നും ഉദ്ദേശിക്കാത്ത ഏറ്റവും മനോഹരമായ ഒരു പ്രസംഗം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതിന് പകരം ആ മനുഷ്യൻ്റെ പിന്നാലെ നടന്ന് കൊഞ്ഞനം കുത്തുകയാണ് ഈ എഴുത്തുവേഷങ്ങൾ.